ഹായ് ഗൈസ്, സനി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു യൂസ്ഡ് കാറിൻ്റെ ഒരു റിവ്യൂ കം യൂസ്ഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. യൂസ്ഡ് മാർക്കറ്റിൽ റീസെയിൽ വാല്യൂവിൽ റേറ്റ് കുറവാണെങ്കിലും നല്ലൊരു ഫാൻ ബേസ് ഉള്ളൊരു കാറിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിൽ പലരും കാറുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ യൂസ്ഡ് കാർസ് നോക്കുന്നവരായിരിക്കും. അങ്ങനെ യൂസ്ഡ് കാർസ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. യൂസ്ഡ് കാറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാറാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഫോർഡിൻ്റെ ഫോർഡ് ഫിഗോ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഇന്ന് ഫോർഡ് ഫിഗോയുടെ ഒരു ഡീസൽ വേരിയൻ്റാണ് കാണിക്കാൻ പോകുന്നത്. ഇത് 2012 മോഡലാണ്, ഡീസൽ വേരിയൻ്റാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ വണ്ടിയിൽ ഫോഗ് ലൈറ്റുകൾ വരും, അതുകൂടാതെ അലോയ് വീൽസ് ആയിരിക്കും മൊത്തം ഉണ്ടാവുക. പിന്നെ 2 എയർ ബാഗുകളുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ വരുന്നത്. അന്നത്തെ 2012 മോഡൽ വണ്ടികൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഇത്രയും ഫീച്ചേഴ്സുള്ള വണ്ടികൾ വേറെ ഇല്ല. ഒരുപക്ഷെ ഫോക്സ് വാഗൺ മാത്രമാണ് അത്യാവശ്യം ഫോർഡ് ഫിഗോ അല്ലെങ്കിൽ ഫിഗോയായിട്ട് അല്ലെങ്കിൽ ഫോർഡായിട്ട് ഫീച്ചേഴ്സിൽ പിടിച്ചു നിൽക്കാൻ ഉള്ളൊരു വേരിയൻ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാ ഓപ്ഷനോടും കൂടിയ ഡീസൽ വേരിയൻ്റാണ് ഈ വണ്ടി. അപ്പോൾ ഈ മോഡൽ വണ്ടി ഇത് ഫുൾ ഓപ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ ഓപ്ഷനാണ്, ഫുൾ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിൻ്റേത് ഹെഡ്ലൈറ്റ് എല്ലാം വന്നത് ഹലൂജൻ മോഡൽ, അന്നത്തെ മോഡലുകളെല്ലാം അറിയില്ല, ഹലൂജൻ മോഡൽ ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഫോഗ് ലൈറ്റുകളുണ്ട്, ഇത് ഓൾറെഡി ഇൻബിൽഡായിട്ട് വരുന്നതാണ്. പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ബ്ലാക്കിൻ്റെ ഇടയിൽ ഒരു സിൽവർ കളർ ലൈനിങ് പോയിട്ടുണ്ട്, അത് ഒരു പ്രത്യേക ഭംഗി അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അലോയ് വീൽസ് ആണ്. അത് ഫോർഡിൻ്റെ ബ്രാൻഡ് നെയിം കാണിച്ചിട്ടുള്ള അലോയ് വീലാണ് ഇതിനുള്ളത്. കമ്പനി അലോയ് വീൽ തന്നെയാണ് ഇപ്പോഴും വണ്ടിയിൽ കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 2012 മോഡലാണ്, 13 കൊല്ലം ആയിട്ടുണ്ട്. എന്നിരുന്നാലും അതേ അലോയ് വീൽ, കാരണം ഫോർഡിൻ്റെ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഇവരുടെ എല്ലാ പ്രോഡക്റ്റിനും ഉണ്ട്. പുറകിലേക്ക് വരുമ്പോൾ പുറകിൽ വൈപ്പർ അവൈലബിൾ ആണ്, വൈപ്പേഴ്സ് ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് ഇത് തന്നെയാണ്, മെയിനായിട്ട് അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് പുറമേലുള്ള ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ അന്നത്തെ 2012 ഫിഗോയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിനി ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ കാണുന്നതിന് മുമ്പിട്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ഒരു ഹാച്ച് ബാക്ക് മോഡലിൽ നല്ല ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ലഗേജസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറും. നമുക്ക് സ്വിഫ്റ്റിൻ്റെയൊക്കെ ബൂട്ട് സ്പേസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇത്രയും ബൂട്ട് സ്പേസ് ഇല്ല. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ 2 എയർ ബാഗുകൾ, ഒന്ന് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഇത് ഒറിജിനൽ കമ്പനി തന്നെ ഇൻബിൽഡായിട്ട് വരുന്ന സ്റ്റീരിയോയാണ് ഫോർഡിൻ്റെ. പറയാതിരിക്കാൻ പറ്റില്ല, ഇപ്പോൾ ഉള്ള പല സ്റ്റീരിയോകളേക്കാൾ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു മോഡലാണിത്. പിന്നെ എ സിയുടെ വിൻഡോസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതും ഒരു പ്രത്യേക, നോർമലി ഉള്ള കാറുകളുടെ വിൻഡോ ഷേപ്പ് പോലെയല്ല. ഇപ്പോഴും ഇതിൻ്റെ എ സിക്ക് നല്ല കൂളിംഗ് ആണ്, നല്ല പെർഫോമൻസ് ആണ് ഇപ്പോഴും ഇതിൻ്റെ എ സിയും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ഡയലോമീറ്റർ, വണ്ടിയുടെ ഒരു സ്റ്റിയറിംഗ് പോർഷനൊക്കെ വരുന്നത്. ഏറ്റവും വലിയ ഈ വണ്ടിയുടെ ഒരു പ്ലസ് പോയിന്റ്, ഞാൻ ഈ വണ്ടിയുടെ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ടുള്ള യൂസറാണ്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഹാൻഡ്ലിങ്ങും ഡ്രൈവിംഗ് കംഫർട്ടുമാണ്. നമുക്ക് 24/7 എല്ലാ ഏരിയകളും നല്ല രീതിയിൽ കാണാൻ പറ്റും. ഭയങ്കര റൈഡിങ് കംഫർട്ട് വരുന്ന വണ്ടിയാണ്. ഞാൻ ഈ വണ്ടി കൊണ്ട് എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടും അല്ലാണ്ടും കേരളം മൊത്തം പട്ടിപ്പുറ സ്ഥലങ്ങളിലേക്കൊക്കെ ഡ്രൈവ് പോകാറുണ്ട്. നല്ല കംഫർട്ടബിളാണ്, അത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഉള്ള പുതിയ പല വണ്ടികളേക്കാൾ റൈഡിങ് കംഫർട്ട്, നമുക്ക് ഒരു രീതിയിലുള്ള ടയർഡും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതുപോലെ സൈഡ് സീറ്റിലാണെങ്കിലും ഫ്രണ്ടിലും നല്ല സ്പേഷ്യസ് ആണ്. അതിപ്പോൾ നമുക്ക് സീറ്റ് ഇത്ര ഇറക്കിയിട്ടാൽ പോലും നിങ്ങൾക്ക് ഞാൻ പുറകുവശം കാണിച്ചു തരാം, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഓവറോൾ നിങ്ങൾ ഈ ക്യാബിനൊന്ന് നോക്കിയാൽ മനസ്സിലാവും, അന്നത്തെ കാലത്ത് 2012 മോഡലിലെ പല കാറുകൾക്കുള്ളതിനേക്കാൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ആംബിയൻസ് ഉള്ള ഒരു ഡാഷ്ബോർഡാണ് ഫോർഡ് ഫിഗോൻ്റേത്.
പുറകിലേക്ക് നോക്കിയാലും നല്ലൊരു ലെഗ് സ്പേസ് കാര്യങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രണ്ടിലത്തെ ആ സീറ്റ് കുറച്ച് ഇറക്കിയിട്ടേക്കണം, എന്നാൽ പോലും നല്ല ലെഗ് സ്പേസ് ഈ വണ്ടിക്കുണ്ട്. അതേപോലെ അത്യാവശ്യം വണ്ണമുള്ളൊരു 3 പേർക്ക് യാതൊരുവിധ പ്രശ്നമില്ലാണ്ട് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാം എന്നുള്ളതും ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ഈ വണ്ടിയുടെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. അപ്പോൾ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണിത്. 1399 cc വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ CC കൂടുതലുള്ളതുകൊണ്ട് അതിന് നല്ല പവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈഡിങ് കംഫർട്ടിനോടൊപ്പം നല്ല പവറും ഉണ്ട്. എന്നാൽ അതിനൊപ്പം നല്ല മൈലേജും 17 മുതൽ ഒരു 20-22 വരെ നല്ല ഈസി ആയിട്ട് നമുക്ക് സിറ്റിയിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണത്. ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ മൈലേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ പണ്ടൊന്നും ഈ മൈലേജിന് അത്ര പ്രിഫറൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അപ്പോഴും ഫിഗോയ്ക്ക് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയായിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ നല്ല പവറും ഉണ്ട്. അപ്പോൾ ഫോർഡ് ഫിഗോയുടെ ഡീസൽ എഞ്ചിനാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 7 കൊല്ലമായിട്ട് ഞാൻ ഇതിൻ്റെ യൂസറാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളോടൊപ്പം ചില ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പറയാം. ഗുണങ്ങൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് റൈഡിങ് കംഫർട്ട്, മൈലേജ്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന മെയിനായിട്ട് മൈലേജ് നോക്കും, റൈഡിങ് കംഫർട്ട് നോക്കും. അതെല്ലാം സേഫ്റ്റി, കാരണം 2 എയർ ബാഗ് ഉണ്ട്. വണ്ടി നല്ല സേഫാണ്, കാരണം ബോഡിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് എവിടെയെങ്കിലും പോയി തട്ടിയാൽ അങ്ങനെ ഇങ്ങനെയൊന്നും ചളക്കൊന്നും വീഴില്ല. അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ വണ്ടിക്കുണ്ട്. പിന്നെ റീസെയിൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 2012 മോഡലൊരു ഡീസൽ എഞ്ചിന് നമുക്കൊരു 1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലാസ്, നല്ല നീറ്റ് വണ്ടികൾ കിട്ടും. അതേസമയം ഇതേ പവറുള്ള, ഇതേ CC ഉള്ള അല്ലെങ്കിൽ ഇതേ പഴക്കമുള്ള ഒരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഒരു പോളോ എടുക്കണമെങ്കിൽ ഒരു 3-3.5 ലക്ഷം രൂപ വേണം. അപ്പോൾ ഏതാണ്ട് പകുതി വിലയ്ക്ക് ഇതുപോലൊരു വണ്ടി കിട്ടും എന്നുള്ളതും റീസെയിൽ വാല്യൂവിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഒരു ഗുണമുള്ളൊരു കാര്യം തന്നെയാണ്. ബാക്കി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്വിഫ്റ്റ്, പോളോ തുടങ്ങിയ ഡീസൽ എഞ്ചിൻ വണ്ടികളായിട്ട് നോക്കുമ്പോൾ ഫിഗോ ഡീസൽ എഞ്ചിൻ്റെ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇഞ്ചക്ടറുകളാണ്. ഇഞ്ചക്ടറുകളെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എപ്പോഴും കംപ്ലയിൻറ്റ് വരും. ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ് വരാണെങ്കിൽ പിന്നെ വണ്ടിയിലെ റൈഡിങ് കംഫർട്ടിനെയും ഒക്കെ അത് ബാധിക്കും. ഭയങ്കരമായ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഒരു ഇഞ്ചക്ടറിന് 4 ഇഞ്ചക്ടറാണ് ഈ വണ്ടിക്കുള്ളത്. ഒരു ഇഞ്ചക്ടറിന് ഏതാണ്ട് 6000 രൂപയോളം വരും. കംപ്ലയിൻറ്റ് ഒരെണ്ണം വന്നാൽ പോലും 2 ഒന്നിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അത് ഒരു സർവീസ് പാർട്ടിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. എന്നാലും ഫിഗോ വണ്ടി അല്ലെങ്കിൽ ഫോർഡ് വണ്ടി പണിയാനറിയുന്ന നല്ലൊരു മെക്കാനിക്കിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ മെയിൻ്റെനൻസ് കാശൊന്നും ഇല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു വണ്ടി തന്നെയാണ് ഫിഗോ. പക്ഷേ നേരത്തെ പറഞ്ഞ ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഒരുപാട് പേര് ഈ വണ്ടി ഉപയോഗിച്ചിട്ട് ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആയി അതിനുശേഷം വണ്ടി ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 7 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ കുഴിപ്പള്ളിയിലുള്ളൊരു മെക്കാനിക്കിൻ്റെ അടുത്താണ് ഈ വണ്ടി കൊടുക്കുന്നത്. പുള്ളി ഫോർഡിൻ്റെ ഒരു ഫോർഡ് വണ്ടി നന്നായിട്ട് പണിയാൻ അറിയുന്ന ആൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോസ്റ്റൊന്നും ഇല്ലാണ്ട് ഒരു ഓൺ ആൻ ആവറേജ് ഒരു 20,000 രൂപയൊക്കെ ഒരു വർഷത്തെ എക്സ്പെൻസ് എനിക്ക് വരുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ പെർ മന്ത്ലി നമുക്കൊരു 1000-1500 രൂപ ഒരു ബുള്ളറ്റ് മേടിച്ച് അതിൽ കൂടുതൽ സർവീസ് കോസ്റ്റ് വരും. ആ ഒരു ചിലവിൽ എനിക്ക് എൻ്റെ കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മെക്കാനിക് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം ഒരു പ്രശ്നമല്ലെങ്കിലും ജനറലി ഇഞ്ചക്ടറിൻ്റേത് ഒരു വലിയ പ്രശ്നമായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. അതാണ് ഇപ്പോൾ വണ്ടിക്ക് പറയാനുള്ളൊരു മെയിൻ നെഗറ്റീവ് പോയിന്റ് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ. പിന്നെ ഇതിൻ്റെ പെട്രോൾ വേരിയൻറ്റ് ഞാൻ ഉപയോഗിച്ചാണ്. പെട്രോൾ വേരിയൻറ്റിന് ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ഒന്നുമില്ല, കാരണം ഇഞ്ചക്ടർ ഇല്ല പെട്രോൾ വേരിയൻറ്റിന്. പക്ഷേ പെട്രോൾ വേരിയൻറ്റിന് മൈലേജ് തീരെയില്ല, 10-12 മൈലേജ് ഉള്ളൂ. അപ്പോൾ മൈലേജ് നോക്കുന്നവർക്ക് എന്തായാലും ഡീസലാണ് നല്ലത്. മൈലേജ് അല്ല വലിയ കാര്യമായ ഓട്ടങ്ങളൊന്നുമില്ല എന്നൊരു കാർ വേണം, വലിയ ബഡ്ജറ്റും ഇല്ല എന്നാണെങ്കിൽ ഇതിൻ്റെ ഡീസൽ വേരിയൻറ്റ് പെട്രോൾ വേരിയൻറ്റ് എടുത്താൽ മതി. അപ്പോൾ വേറെ വലിയ പണികളൊന്നും വരില്ല, നിസ്സാരമായ ചിലവുകളെ വരുള്ളൂ. അല്ല നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള ഓട്ടവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എപ്പോഴും ഡീസൽ വേരിയൻ്റ് എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മെക്കാനിക്ക് കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, കാരണം ഷോറൂമിലൊക്കെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്.